ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ അവരൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ ഉള്ള അവസ്ഥ അറിയാലോ. വെറുതെ പണി വാങ്ങിക്കാൻ നിൽക്കണ്ട. ഞാൻ SI സാറിനോട് സംസാരിക്കാം. എന്നിട്ട് ഞാൻ സാറിനെ വിളിക്കാം. ആ ആയിക്കോട്ടെ, വിളിച്ചാൽ മതി. ശരി എന്നാ. ഓ ശരി സാർ. നിനക്ക് മതിയായല്ലോ. ഷോ കാണിച്ചു വന്നവളുടെ മുന്നിൽ എന്നെ നാണം കെടുത്തി കൊച്ചാക്കിയപ്പോ നിനക്ക് ശരിക്കും മതിയായല്ലോ. പോടി ചേച്ചി, ഇപ്പൊ ചേച്ചിയുടെ വലിയൊരു സഹായം വേണ്ട സമയം ഇത്. സഹായം? ആളുകളുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയിട്ട് ഇനിയും ഞാൻ നിന്നെ സഹായിക്കണോ അല്ലേ? ചേച്ചി, നീ എത്ര കാല് പിടിച്ചാലും ഇവള് നിന്നെ സഹായിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഇവളോട് പോവാൻ പറ. നീ വന്നേ, ഓറങ്ങോട്ട്. കേട്ടെടുത്തോളം ആളൊരു പുലിയ. ഇപ്പൊ വരാമെന്നാ പറഞ്ഞേ. ആളെത്തിയെന്ന് തോന്നുന്നു. ഞാൻ വിളിക്കാം. എത്രയായി? 200 രൂപ. 200 അല്ലേ? ഓ എന്നാ കൊണ്ടുപോയി തിന്നെ. നമസ്കാരം ജോത്സ്യരെ. നമോ വന്ദനം. ഞാൻ പെൻഡുലം ഷിബു ജോത്സ്യൻ. ആ മാലയുടെ പേരെന്താ പറഞ്ഞേ? മണിമാല. അതിപ്പോ എവിടെയുണ്ട്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആ മാല ഇപ്പൊ എവിടെ ഉണ്ടെന്നോ? അത് കണ്ടുപിടിക്കാനാണല്ലോ ജോത്സ്യനെ വരുത്തിയത്. ജോത്സ്യര് രമാദേവി അസോസിയേറ്റ്സ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോന്നോ? ഇത് നല്ല കഥ. ഇത് കേൾക്കാത്തതായ ആരാ ഉള്ളത്? എങ്കിലേ ആ മാല അവരുടെ ഒരു ആവശ്യത്തിന്. മണിമാല ഇപ്പോഴുള്ള സ്ഥാനം അവരോടൊന്ന് പറഞ്ഞാൽ മാത്രം മതി. വില കൊടുത്തോ അല്ലാതെയോ ഏത് വിധേനയും അവരത് സ്വന്തമായിക്കോളും. ഈ ഷിബു പെൻഡുലം ജോത്സ്യന് അതൊരു നിസ്സാരമായ കാര്യമല്ലേ? ഇതിൽ ഞാൻ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്റെ ശിഷ്യന്മാരാരെങ്കിലും വന്നാൽ മതിയായിരുന്നില്ല. നിങ്ങൾ പറയുന്ന മണിമാലയുടെ സ്ഥാനം എന്റെ പെൻഡുലം പറഞ്ഞു തരും. ആവശ്യക്കാരുടെ വീട്ടിൽ നിന്നാവാൻ തുടക്കം. അതെ, എങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? ആവശ്യക്കാരുടെ മുന്നിൽ വെച്ച് തന്നെ സ്ഥാനം കണ്ടെത്താം. ആയിക്കോട്ടെ. എന്നാ ജോത്സ്യൻ കയറിയാട്ടെ. കേറ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയില്ല ദുർഗെ. ഈ സ്ഥലം, ഇവിടുത്തെ ആളുകള് എല്ലാം എനിക്ക് പുതിയതാ. എന്ത് വന്നാലും അമ്മ ഇറക്കിയേ പറ്റൂ. താൻ വിഷമിക്കണ്ട, നമ്മളൊക്കെ ഇല്ലേ. തൊണ്ടി മുതല് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയതാ ഏറ്റവും വലിയ പ്രശ്നം. അവരാരോ അത് കൊണ്ടിട്ടത് തന്നെയാ നിന്റെ അമ്മയെ കൊടുക്കാൻ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? FIR എഴുതുന്നതിന് മുന്നേ എന്തെങ്കിലും ചെയ്യണം. ഇനി ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല കല്യാണി. ഒരു കാര്യം ചെയ്യ്, സ്റ്റേഷനിൽ ചെന്നിട്ട് അശോകൻ സാറിനെ ഒന്ന് കാണ്. എന്റെ അച്ഛന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കുട്ടമ്പിള്ള എന്നാ പേര്. ഞാൻ അങ്കിളിനെ കൊണ്ട് അശോകൻ സാറിനെ വിളിപ്പിച്ചേക്കാം. ആ സാറ് വിചാരിച്ച അമ്മയെ വിടുവോ? കല്യാണി ആദ്യം സ്റ്റേഷനിലേക്ക് ചെല്ല്. നമുക്ക് വേറൊരു വഴി കൂടി നോക്കാം. ഏത് വിധേനയും അമ്മയെ നമ്മളെ പുറത്തിറക്കിയിരിക്കും. അതുപോരെ? മതി, അത് മതി. നന്ദിയുണ്ട്.
എന്റെ ചേച്ചി പോലും സഹായിക്കാത്തെടുത്ത ദുർഗ ഇത്രയൊക്കെ ചെയ്യുന്നേ. പറഞ്ഞു വരുമ്പോ താനും ഞാനും ഒക്കെ ഒരുപോലെ തന്നെയാടോ. നല്ലൊരു അമ്മയുടെ മകളാ ഞാനും. അതുകൊണ്ട് തന്റെ അവസ്ഥ എനിക്ക് വേഗം മനസ്സിലാവും. താൻ വേഗം ചെന്ന് അമ്മയെ കാണാം. ചെല്ല്. ആ തന്റെ ഫോണിന്ന് തന്നെ. ഇതാ എന്റെ നമ്പർ. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാം. താൻ ചെല്ല്. ടീച്ചർ എന്നല്ലേ പറഞ്ഞേ? അതെ. നല്ല പാഠം പഠിപ്പിക്കുന്ന ടീച്ചർ. ശരി, വീണ്ടും കാണാം. കാണാന്നല്ല, നമ്മള് കാണും. ജോർജ് സർ, ഞാൻ ദുർഗ. സാർ എവിടെയാ? ഹലോ, കുട്ടമ്പിള്ള സാറേ. ആ അശോക, നീ സ്റ്റേഷനിലുണ്ടോ? ഉണ്ടല്ലോ സാർ. എന്താ സാർ? ഒരു മോഷണ കേസുമായിട്ട് ബന്ധപ്പെട്ട് സീത എന്നൊരു സ്ത്രീ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട് സാർ. എന്താ? അതൊരു കള്ളക്കേസാണെന്നോ അവര് നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്പെഷ്യൽ ടീമിലെ ജോർജ് സാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. FIR ഒന്നും ഇട്ടില്ലെങ്കിലേ അവരെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാൻ പറയാം SI സാറിന്റെ അടുത്ത്. FIR ഒന്നും ഇട്ടില്ല. അല്ല, ജോർജ് സാർ എന്തിനാ ഈ കേസിൽ ഇടപെടുന്നത്? അതൊന്നും എനിക്കറിയില്ല. എന്നെ വിളിച്ച് ജോർജ് സാർ പറഞ്ഞു, ഞാനിതാ നിങ്ങളുടെ അടുത്ത് പറയുന്നു. അത്രേ ഉള്ളൂ. പിന്നെ അവരൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ ഉള്ള അവസ്ഥ അറിയാലോ. വെറുതെ പണി വാങ്ങിക്കാൻ നിൽക്കണ്ട. ഞാൻ SI സാറിനോട് സംസാരിക്കാം. എന്നിട്ട് ഞാൻ സാറിനെ വിളിക്കാം. ആ ആയിക്കോട്ടെ, വിളിച്ചാൽ മതി. ശരി എന്നാ. ഓ ശരി സാർ. ജോർജ് സാർ ഈ കേസിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യം കാണും. സത്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളാ ജോർജ് സാർ. ആ ഏതായാലും SHO വരട്ടെ.